വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കി രാജ്ഭവൻ. ഗവർണറെ മന്ത്രി അപമാനിച്ചെന്ന വാർത്താക്കുറിപ്പിൽ ഗവർണർക്ക് മുൻപ് വേദി വിട്ടത് പ്രോട്ടോകോൾ ലംഘനമെന്നും രാജ്ഭവൻ പറയുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേർന്നു. പ്രജിത്ത്, അതായത് കൃത്യമായി അതൃപ്തിയുണ്ട് ഞങ്ങൾക്ക് മന്ത്രി ഇറങ്ങിപ്പോയതിൽ, അതും ഗവർണർ ഇരിക്കെ ഇറങ്ങിപ്പോയത് അപമാനിക്കലാണ്, പ്രോട്ടോകോൾ ലംഘനമാണ് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് രാജ്ഭവനിലെ വാർത്താക്കുറിപ്പിൽ. എന്തൊക്കെ മറ്റ്? കൃഷ്ണരാജ, വളരെ രൂക്ഷമായ വിമർശനം, അതോടൊപ്പം തന്നെ വളരെ ഗൗരവകരമായ ഒരു ആരോപണം കൂടിയാണ് ഇപ്പോൾ രാജ്ഭവൻ ഉന്നയിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഗവർണറുടെ പരിപാടിയിൽ നിന്ന് മന്ത്രി കാണിച്ച പ്രവർത്തികളെല്ലാം തന്നെ അത് ഒരു പ്രോട്ടോകോളിൻ്റെ ലംഘനമാണ്. ഒന്ന്, ദേശീയഗാനം പാടിയ ശേഷം ഗവർണർ വേദിയിലെത്തി പരിപാടി ആരംഭിച്ചതിന് ശേഷം വേദിയിലേക്ക് എത്തുന്നു. പിന്നീട് ഗവർണർ ഇരിക്കുന്ന വേദിയിൽ അവിടെ ഒരു പ്രതിഷേധ പ്രസംഗം നടത്തുന്നു. പിന്നീട് ഗവർണർ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഒരു ഗവർണറുടെ പരിപാടിയിലും ഉണ്ടാകാത്ത വിധത്തിൽ ഗവർണർ വേദി വിടും മുമ്പ് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിൽ തന്നെ ഗവർണറോട് ഇത്തരത്തിൽ ഈ പ്രതിഷേധമുണ്ടെന്നോ അല്ലെങ്കിൽ താൻ ഈ വേദി വിട്ട് പോവുകയാണെന്നോ അങ്ങനെയുള്ള ഒരു കാര്യവും ഗവർണറുടെ ഓഫീസിനെയോ ഗവർണറെയോ അറിയിക്കാതെയാണ് മന്ത്രി അവിടെ നിന്നും വേദി വിടുന്നത്. ഇതിൽ ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം ജനൻ ടി വി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അതേ നിലപാടുകളാണ് ഇപ്പോൾ രാജ്ഭവൻ ആവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഗവർണർ ഇരിക്കുന്ന വേദിയിൽ മന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഒരു വലിയ ഗൗരവകരമായ ഒരു ആരോപണം കൂടി ഇപ്പോൾ രാജ്ഭവൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്ഭവൻ പറയുന്നത് മന്ത്രി എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗവുമായിട്ടാണ് വന്നത്. അതിനർത്ഥം മന്ത്രി അവിടെ ആ പ്രസംഗവും തന്നെയാണ് മന്ത്രി അവിടെ വായിക്കുകയും ചെയ്തത്. അതിനർത്ഥം ഇത്തരത്തിലുള്ളൊരു ഷോ ഡൗണിന് തയ്യാറായി, ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായാണ് മന്ത്രി എത്തിയത് എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളതാണ്. അതായത് ആസൂത്രിതമായ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാജ്ഭവനിലെ വേദി ഉപയോഗിച്ചു എന്നുള്ളതാണ് രാജ്ഭവൻ ഉയർത്തുന്ന പ്രധാന ആരോപണം. അതോടൊപ്പം തന്നെ ഭാരതാംബയെ അറിയില്ലെന്ന ഇത്രയധികം ആളുകളുടെ മുന്നിൽ വെച്ചുള്ള മന്ത്രിയുടെ പരാമർശം അത് വേദനാജനകമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ അച്ചടക്കമുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിലുള്ളൊരു പ്രകടനം, പെർഫോമൻസ് എന്ന വാക്ക് തന്നെയാണ് രാജ്ഭവൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതും മന്ത്രി നടത്തിയത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അത്തരത്തിലുള്ള പെർഫോമൻസ് നടത്തിയത് എന്നുള്ളതും ഏറെ ശ്രദ്ധ ഉണ്ടാക്കുന്ന വിഷയമാണ്, അല്ലെങ്കിൽ ഏറെ കൺസേണിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ് രാജ്ഭവൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഗവർണറും നിലപാട് അറിയിക്കുന്നുണ്ട്. ഗവർണർ കൃത്യമായി ഇന്ന് മന്ത്രി വേദി വിട്ടതിന് ശേഷവും ആ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് ഭാരതാംബയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും ഒരു ചിന്തയ്ക്കും താൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതായത് ഏത് വിധത്തിലുള്ള പ്രതിഷേധമാണെങ്കിലും നിലവിൽ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ആ രീതി അത് തുടരുമെന്ന് തന്നെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പമാണ് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടിയ ഈ ഗൗരവകരമായ വിഷയങ്ങൾ. ഒരു ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി സംസ്ഥാനത്തിന്റെ തലവനാണ്. അത്തരത്തിലുള്ള തലപ്പത്തിരിക്കുന്ന ഗവർണറുടെ പദവിയെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി അല്ലെങ്കിൽ ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ ഉണ്ടായതെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിൽ രാജ്ഭവൻ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണം തേടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതാണ് അറിയേണ്ടത്. അതായത് മന്ത്രി അപമാനിച്ചു എന്ന് അതൃപ്തിയോടെ രാജ്ഭവൻ പറയുന്നു, പ്രോട്ടോകോൾ ലംഘിച്ചു. അങ്ങനെയെങ്കിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കാനാവില്ലല്ലോ. ഉണ്ടായ സ്ഥിതിക്ക് ഇത് രാജ്ഭവൻ സർക്കാരിനെ, മുഖ്യമന്ത്രിയൊക്കെ അറിയിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും രീതിയിൽ ഔദ്യോഗികമായി തന്നെ രാജ്ഭവൻ ഇത്തരത്തിൽ സർക്കാരിന് ഒരു കത്ത് നൽകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ മന്ത്രിയുടെ ഈ പ്രോട്ടോകോൾ ലംഘനത്തിലുള്ള ഒരു വിശദീകരണം അത് തേടാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരമൊരു നടപടിക്ക് മുതിരുമോ രാജ്ഭവൻ എന്നുള്ളത് അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഈ ഘട്ടത്തിൽ അത്തരമൊരു പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തുടർ നടപടികൾക്കുള്ള സാധ്യതയോ രാജ്ഭവനിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായി അത്തരമൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു കടുത്ത അതൃപ്തി പ്രകടനത്തിലൂടെ അതോടൊപ്പം തന്നെ മന്ത്രിക്കെതിരെ ഗൗരവകരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നതിലൂടെ രാജ്ഭവൻ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാം. കാരണം ഭാരതാംബയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനവുമില്ല എന്ന് ഗവർണർ പറയുന്നു. അതിന് പിന്നാലെ രാജ്ഭവനും പറയുന്നു. ഔദ്യോഗികമായി തന്നെ രാജ്ഭവന്റെ കുറിപ്പായി പുറത്തു വരുന്നു ഭാരതാംബയുടെ ചിത്രം അതറിയില്ലെന്ന് പറഞ്ഞ മന്ത്രിയുടെ നിലപാട് വേദനാജനകമാണെന്നുള്ളത്. അപ്പോൾ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ രാജ്ഭവനും ഗവർണർക്കുമൊക്കെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ പുതിയ പത്രക്കുറിപ്പ് ഇറക്കുന്നതിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഇതിനൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് കൃഷ്ണരാജ,
ഈ ഘട്ടത്തിൽ രാജ്ഭവൻ ഔദ്യോഗികമായി സൂചിപ്പിക്കുന്നില്ല എങ്കിൽ കൂടി ഏത് ഘട്ടത്തിലാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആസൂത്രിതമായൊരു നടപടി ഉണ്ടായതെന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ, വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇത്തരത്തിൽ വളരെ ആസൂത്രിതമെന്ന് രാജ്ഭവൻ തന്നെ ചിന്തിക്കുന്ന രീതിയിൽ ഒരു നടപടിക്രമം അല്ലെങ്കിൽ ഒരു ഇടപെടൽ അത് സംസ്ഥാന സർക്കാരിൻ്റെയും മന്ത്രിയുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തീവ്ര മുസ്ലിം സംഘടനകളെ, തീവ്ര മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ള കുറേയധികം സമീപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായി നമ്മൾ കണ്ടതാണ്. അതൊന്ന് ആരംഭിച്ചത് ബക്രീദ് അവധിയുമായി ബന്ധപ്പെട്ടാണ്. ബക്രീദിന് ആദ്യം വെള്ളിയാഴ്ച അവധി നൽകിയിരുന്നില്ല, ശനിയാഴ്ചയായിരുന്നു അവധി. പിന്നീട് ഈ മുസ്ലിം യാഥാസ്ഥിതിക സംഘടനകളുടെയൊക്കെ സമ്മർദ്ദ ഫലമായി ഈ അവധി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷമാണ് സ്കൂൾ സമയം ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം മതയാഥാസ്ഥിതിക സംഘടനയായ സമസ്തയുടെ ഒരു പ്രതിഷേധം, ഒരു എതിർപ്പ് അത് മുഖ്യമന്ത്രി ഇരുന്ന വേദിയിൽ തന്നെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ സമയമാറ്റം അത് വേണമെങ്കിൽ നടപ്പിലാക്കാതിരിക്കാം എന്ന രീതിയിലുള്ള ഒരു സൂചന നൽകുന്ന സമീപനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർച്ചയായി സമസ്തയുടെയൊക്കെ ഭീഷണികൾ പോലും ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് RSSനെ ചൊല്ലിയുള്ള വിവാദം ഉണ്ടാകുന്നത്. RSSനെ ചൊല്ലി ഈ ഒരു വല്ലാത്ത പ്രചരണം തന്നെ CPM നേതാക്കളുമൊക്കെ അഴിച്ചുവിടുന്ന കാഴ്ച കണ്ടു. അതിന് പിന്നാലെയാണ് ഇന്ന് രാജ്ഭവനിൽ ആസൂത്രിതമെന്ന് രാജ്ഭവൻ തന്നെ സംശയിക്കുന്ന രീതിയിൽ ഭാരതാംബയുടെയും ചിത്രത്തെയും ദേശീയ ഗാനത്തെയും ഗവർണറെ തന്നെയും അവഹേളിക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു സമീപനം ഉണ്ടാകുന്നതും ഇത് ആസൂത്രിതമെന്ന് രാജ്ഭവൻ തന്നെ പറയുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതങ്ങനെ തന്നെ ആയിരിക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. വൈകിയാണ് വിദ്യാഭ്യാസ മന്ത്രി വരുന്നത്. 20 മിനിറ്റ് സമയം കൊടുത്തു, അതിനുശേഷം പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞു എന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറയുന്നുമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കുന്നു രാജ്ഭവൻ. പ്രജിത്തിലേക്ക് വീണ്ടും. പ്രജിത്ത്, അതാണ് പറഞ്ഞത്, ഈ സമയം വൈകിയാണ് വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിലേക്ക് വരുന്നത്. അത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടാണ്. 20 മിനിറ്റ് സമയം നൽകിയിരുന്നു, 20 മിനിറ്റ് വരെ കാത്തിരുന്നു രാജ്ഭവൻ എന്നാണ് മന്ത്രി തന്നെ പ്രതികരിച്ചത്. താൻ പരിപാടിക്ക് ലേറ്റായി എത്തിയതെന്നുള്ളത് മന്ത്രി തന്നെ പറഞ്ഞു. അത് പ്രോട്ടോകോൾ ലംഘനം മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നതിന് തുല്യമായി തന്നെയാണ് നമ്മൾ കാണേണ്ടതും. അത്തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും വന്നിരുന്നു. അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ കാര്യം പോലെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതിൽ ഈ കൂടുതൽ ആസൂത്രിതമെന്ന് സംശയിക്കുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടി പറയേണ്ടി വരും കൃഷ്ണരാജ്. കാരണം ഒന്ന്, ഇത് എഴുതി തയ്യാറാക്കിയ പ്രസംഗമെന്ന് രാജ്ഭവൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മന്ത്രി വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മന്ത്രി പുറത്തിറങ്ങുന്നു, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. അതേസമയം മറ്റ് മന്ത്രിമാരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തികച്ചും ആസൂത്രിതമായി ഇത്തരത്തിലൊരു പ്രതികരണങ്ങൾക്ക് കൂടി തയ്യാറായിരുന്നു സംസ്ഥാനത്തെ പല മന്ത്രിമാരും എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ചില മാധ്യമങ്ങളും ഈ പറയുന്ന രീതിയിൽ മന്ത്രി ശിവൻകുട്ടിയുടെ ഈ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു വിഷയത്തിനോ പ്രതിഷേധങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ചിത്രവും വിവാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകളൊക്കെ നടന്നിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു വിവരവും ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി മന്ത്രിയെയും മന്ത്രിയുടെ ഓഫീസിനെയും അറിയിച്ചിരുന്നു എന്നുള്ളതാണ് രാജ്ഭവനും വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കില്ല എന്നുള്ളൊരു അറിയിപ്പ് മന്ത്രിയുടെ ഓഫീസിന് നൽകിയിരുന്ന എന്നുള്ളതാണ് രാജ്ഭവനും വ്യക്തമാക്കുന്നത്. അപ്പോൾ കൃത്യമായി മന്ത്രിക്ക് അറിയാമായിരുന്നു ഇത്തരത്തിൽ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത്. അതിന് പിന്നാലെ ഒരു എഴുതി തയ്യാറാക്കിയ പ്രസംഗം തയ്യാറാക്കുന്നു. ആ പ്രസംഗം രാജ്ഭവനിൽ പറഞ്ഞാണ് മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് മന്ത്രി തന്നെ പറയുന്നുണ്ട്, അത് കേൾക്കാം. കാരണവശാലും നിങ്ങൾ ചെയ്തിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്ര സങ്കല്പവും അതിന് മുകളിലല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അവാർഡിന് അർഹമായിട്ട് എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഈ ഗവർണറുടെ ഈ തരംതാണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്തുന്നു, ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞു.